ഗൈസ്, നമ്മൾ ഇന്ന് ഐ ലീഗിന്റെ ഒരു ടൈറ്റിൽ റേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പം സാധാരണഗതിയിൽ ഒരുപാട് പേര് ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഐ ലീഗിനെ പറ്റിയിട്ട് കൂടുതൽ വീഡിയോസ് വരുന്നില്ലല്ലോ എന്നുള്ളത്. അതിൻ്റെ ഡിഫറെൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഐ എസ് എല്ലിനെ പറ്റി പ്രധാനമായിട്ടും മത്സരങ്ങളുടെ ഒരു ശേഷമുള്ള ഡിസ്കഷൻസ് ഒക്കെയാണ്, അല്ലെങ്കിൽ ആ മത്സരത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഐ ലീഗിനെ പറ്റി വരുന്നൊരു സമയത്ത് ഒരു ടൈമിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. കാരണം പ്രധാന മത്സരങ്ങളൊക്കെ കണക്കുന്നത് മിക്കവാറും 2 മണിക്കാണ്. പിന്നെ നമുക്ക് ഒരു ദിവസം എല്ലാ ദിവസവും ഐ എസ് എൽ മത്സരങ്ങൾ മിക്കവാറും ഉള്ളതുകൊണ്ട് എല്ലാ മത്സരങ്ങളും കാണാറുണ്ട്. അപ്പം അതിനുവേണ്ടി നമുക്ക് 2 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ ഈ ഉച്ചയ്ക്ക് ഇതിനു വേണ്ടി നമുക്ക് 2 മണിക്കൂർ ചിലപ്പോഴൊക്കെ നമുക്ക് മാറ്റി വെക്കാൻ ബുദ്ധിമുട്ടുകളുണ്ടാകും, മറ്റ് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രശ്നമാണ്. പിന്നെ ഒരു ക്വാളിറ്റി ടെലികാസ്റ്റിംഗ് ഇതൊക്കെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അതൊരു കാര്യമല്ല. പിന്നെ നമ്മൾ ഹൈലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് മത്സരങ്ങളൊക്കെ മിക്കവാറും കാണാറുള്ളത്, ഐ ലീഗിലെ മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ. ഏതായാലും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പറഞ്ഞ പോലെ ടൈറ്റിൽ റേസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ ഒരു ഡിസംബറൊക്കെ അവസാനിക്കുന്ന ഒരു സമയത്ത് മുഹമ്മദൻ ഏതാണ്ട് ടൈറ്റിൽ നേടാനുള്ള സാധ്യത ഒരു 90% എന്നൊക്കെയുള്ള ഒരു നിലയിൽ നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഫെബ്രുവരിയുടെ ഒരു മിഡ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് കാര്യങ്ങൾ ഒന്ന് തകിടം മറിഞ്ഞു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഡിസംബർ അവസാനിക്കുന്ന സമയത്ത് മുഹമ്മദനായിരുന്നു പോയിന്റ് ടേബിൾ ഒന്നാമതുണ്ടായിരുന്നു. 11 മത്സരങ്ങളിൽ നമുക്ക് 27 പോയിന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് രണ്ടാമത് നിൽക്കുന്ന ശ്രീനിധിയായിട്ട് പോലും 7 പോയിന്റിന്റെ ഒരു ലീഡ് ഉണ്ടായിരുന്നു. കാരണം ശ്രീനിധിക്കും റിയൽ കാശ്മീരിന് ആ സമയത്ത് 20 പോയിന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഐസ്വാളും ഷില്ലോങ്ങും ഒക്കെ 19 പോയിന്റുമായിട്ട് തൊട്ട് താഴെ ഉണ്ടായിരുന്നു. എന്നാൽ ഗോകുലം കേരള FC 6ാം സ്ഥാനത്തായിരുന്നു. ഈ ഒരു സീസണിന് ഏതാണ്ട് കൈവിട്ടു എന്നുള്ള നിലയിൽ തന്നെ അവർ ഒരു പോയിന്റൊക്കെ നോക്കിയ സമയത്ത് 17 പോയിന്റൊക്കെ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് 1ാം സ്ഥാനത്തുള്ള മുഹമ്മദനേക്കാൾ ഏതാണ്ട് 10 പോയിന്റിന്റെ ഡിഫറൻസ് ആ ഒരു സമയത്തുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ്. മുഹമ്മദൻ കുറച്ച് പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോയി. ഇപ്പോൾ 15 മത്സരങ്ങൾ പൂർത്തീകരിക്കുന്ന സമയത്ത് മുഹമ്മദന് 34 പോയിന്റ് ആണുള്ളത്. 2ാം സ്ഥാനത്ത് ഗോകുലം എത്തുന്നു എന്നുള്ളതാണ്. അതായത് 5 മത്സരങ്ങൾ അടുപ്പിച്ച് വിജയിച്ചുകൊണ്ടാണ് ആ ഒരു രീതിയിലേക്ക് അവർക്ക് വരാൻ സാധിച്ചത്. 2ാം സ്ഥാനത്തേക്ക് എത്തി 29 പോയിന്റ്. അതായത് മുഹമ്മദനും ഗോകുലമായിട്ടുള്ള ഒരു ഡിഫറൻസ് ഇപ്പോൾ 5 പോയിന്റുകൾ മാത്രമാണ്. ഇനിയും ഏതാണ്ട് 10ഓളമൊക്കെ മത്സരങ്ങൾ അവശേഷിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ശ്രീനിധിക്ക് 29 പോയിന്റാണുള്ളത്. റിയൽ കാശ്മീരിന് 26 പോയിന്റാണുള്ളത്. 2 ടീമുകളും 14 മാച്ചസ് ആണ് കളിച്ചിട്ടുള്ളത്. ഷില്ലോങ്ങും ഐസ്വാളും ഒക്കെ കുറച്ചും കൂടെ അങ്ങ് താഴെ പോയി എന്നുള്ളതാണ്. മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ അവസാനത്തെ 5 മത്സരങ്ങളിൽ നിന്ന് 2 മത്സരങ്ങൾ അവർ കൈവിട്ട് കളഞ്ഞു. അതായത് ഒരു മത്സരം തോൽക്കുകയും ഒരു മത്സരം ഡ്രോ ആകുകയും ചെയ്തു. അതാണ് അവർക്കിപ്പോൾ ഈ പറഞ്ഞതുപോലെ 2ാം സ്ഥാനത്തൊക്കെ നിൽക്കുന്ന ടീമുകളുമായിട്ടുള്ള ഒരു പോയിന്റിൻ്റെ ഒരു ദൂരം കുറഞ്ഞത് എന്നുള്ളൊരു കാര്യമുണ്ട്. അതുപോലെ റിയൽ കാശ്മീരിനെ പറ്റി പറയുന്ന സമയത്ത് അവർക്ക് ടോപ്പിലെത്താനുള്ള നല്ലൊരു അവസരമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവർ ഡൽഹിയും അതുപോലെ രാജസ്ഥാൻ യുണൈറ്റഡും ഒക്കെ ആയിട്ട് തോക്കുകയാണ് ചെയ്തത്. എന്നാൽ പറഞ്ഞതുപോലെ മുഹമ്മദനെയൊക്കെ തോൽപ്പിക്കുകയും ചെയ്തിരുന്നു. എനിക്കൊന്ന് ഇവരുടെ ഒരു പ്രശ്നം, എവേ മത്സരങ്ങൾ അവർക്ക് അങ്ങോട്ട് നന്നായിട്ട് കളിക്കാൻ കഴിയാറില്ല. ഹോമിൽ അവരെപ്പോഴും നന്നായിട്ട് കളിക്കുന്ന ഒരു ടീമാണ് ഈ റിയൽ കാശ്മീർ എന്ന് പറയുന്നത്. അതുപോലെ ശ്രീനിധിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർ അവസാനത്തെ 5 മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ഗോകുലമായിട്ട് മാത്രമാണ് തോറ്റിട്ടുള്ളത് എന്നുള്ളതാണ്. എന്നാൽ ഗോകുലം കേരള FCയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർ അവസാനത്തെ 5 മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ അൺസ്റ്റോപ്പബിൾ ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലവിലെ ഒരു സാഹചര്യത്തിൽ ടൈറ്റിൽ റേസിൽ നമുക്ക് പോയിന്റിന്റെ കണക്കുകളൊക്കെ നോക്കുന്ന സമയത്ത് മുഹമ്മദനും ഗോകുലവും അതുപോലെ ശ്രീനിധിയും റിയൽ കാശ്മീരും ഒക്കെ ഉണ്ടെന്ന് പറയാം. പക്ഷേ ഇനി 8-9 മത്സരങ്ങൾ അവശേഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് ടൈറ്റിൽ റേസിൽ ഏറ്റവും സാധ്യത വരുന്ന 3 ടീമുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായും ഞാൻ പറയും മുഹമ്മദൻ, അതുപോലെ ഗോകുലം കേരള FC ആൻഡ് ശ്രീനിധി എന്നിവരാണ്. ഈ റിയൽ കാശ്മീരിന് ഇങ്ങനെ പോയിന്റ്സ് പ്രത്യേകിച്ച് എവയിൽ ഡ്രോപ്പ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. സോ എന്താണെങ്കിലും ഗോകുലം കേരള FC കേരളത്തിൽ നിന്ന് മറ്റൊരു ക്ലബ്ബ് ISLലേക്ക് എത്തുമോ, അതോ മറ്റൊരു കൊൽക്കത്ത ക്ലബ്ബ് എത്തുമോ, അതോ ഒരു ഹൈദരാബാദ് ക്ലബ്ബ് ഇങ്ങനെ തകർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ISL ഉള്ളത്, അത് മാനേജ് ചെയ്യാൻ ഹൈദരാബാദിൽ നിന്നൊരു ക്ലബ്ബ് എത്തുമോ എന്നുള്ളതൊക്കെയാണ് നോക്കിക്കാണേണ്ടത്. അതോ അത്ഭുതങ്ങൾ കാട്ടി കാശ്മീരിൽ നിന്ന് ആദ്യത്തെ ISL ക്ലബ്ബ് എത്തുമോ എന്നുള്ളതും ഒക്കെ നോക്കി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു എക്സ്പെക്ടേഷൻസ്, പ്രഡിക്ഷൻസ് അബൌട്ട് ഐ ലീഗിൻ്റെ ഒരു ആര് വിൻ ചെയ്യും, ആര് ISLലേക്ക് എത്തുക എന്നുള്ളതൊക്കെ ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക കഴിഞ്ഞാണെന്ന് സനിയ.